സമയം ഒരു 6:20 കഴിഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു. അമ്മ വന്ന് വിളിച്ചു, രാവിലെ എഴുന്നേറ്റു. ഞാൻ ഒന്നും കൂടെ ആ വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. ഞാൻ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ എനിക്ക് ഉറക്കം ശരിയായിട്ടില്ല. ഇന്നലെ രാത്രി ലേറ്റായി കിടന്നപ്പം, കിടന്നപ്പോഴല്ല ഉറക്കം വന്നപ്പോൾ ലേറ്റായി. എനിവേ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി തുടങ്ങാം. നമ്മൾ നേരത്തെ പോകണം, കാരണം ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇറങ്ങാം. ബെഡൊന്നും അങ്ങനെ മേക്ക് ചെയ്തിടാറില്ല. പക്ഷെ ഇന്ന് ഞാൻ എല്ലാവർക്കും സ്റ്റഡി ടിപ്സും പിന്നെ ഡെയിലി റുട്ടീനൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം വേണമല്ലോ. സോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇന്നൊരു പുതിയ ഡേ ഒരു പുതിയൊരു സ്റ്റാർട്ടിംഗ് ആണ്. എൻ്റെ ലൈഫിൽ ഒരു അടുത്ത ടേണിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇനി നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, നടക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് ലൈക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്ത് തുടങ്ങണം, ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് ബെഡ് മേക്ക് ചെയ്തുകൊണ്ട് അങ്ങ് തുടങ്ങി. ഡ്രസ്സെല്ലാം തലേ ദിവസമേ സെറ്റ് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഇന്ന് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൺഫ്യൂഷൻ ക്ലിയർ ആയി. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്കൂളായതുകൊണ്ട്, ഫസ്റ്റ് ആയതുകൊണ്ട് സംതിങ് ദാറ്റ് ഇസ് നോട്ട് ടു മോഡേൺ, അതാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ലൈക്ക് ഒരു ചെറിയൊരു ട്രഡീഷണൽ ടച്ച്. ഇതൊരു ഷോർട്ട് കുർത്തിയാണ്, സോ ഇറ്റ് വിൽ ഗോസ് ഗുഡ് ഐ തിങ്ക്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. മാസം നടന്നു 12 മണി, 1 മണി, 2 മണിക്കൊക്കെ എഴുന്നേക്കും. 3 മണി വരെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കാണും. ഐ വാസ് ലൈക്ക് അടിപൊളിയായിരുന്നു. എനിവേ പക്ഷേ എനിക്ക് സ്കൂളിലോട്ട് പോകാൻ ഇൻട്രസ്റ്റ് ആണ്. ബിക്കോസ് ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ഹയർ സ്റ്റഡീസിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഇതാണ്, ബിഗിനിങ് ആണ്. സോ ഐ വെരി എക്സൈറ്റഡ്. പുതിയ ഫ്രണ്ട്സ് ആണ്. സോ അതുകൊണ്ട് എനിക്ക് പോകാൻ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ കുറച്ച് ദിവസത്തേക്ക് കാണത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാം. സമയം വളരെ കുറവാണ്. അതിനിടയ്ക്ക് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ടൈം കുറവാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് വരാം. അതിന് മുന്നേ ഇന്നത്തെ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടോ. ഐ വാസ് ആക്ച്വലി റിയലി സാഡ്. അതായത് ഒരു മിക്സ്ഡ് ഇമോഷൻസിലായിരുന്നു. കാരണം തലേ ദിവസം ഈ ബുക്കിൽ പുതിയ പേര് എഴുതുന്നതും ക്ലാസ് എഴുതുന്നതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം നേരത്തെ പഠിച്ചിരുന്ന സ്കൂളിൽ ഡിവിഷൻ ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നോർമലായിട്ടുള്ള ഒരു കാര്യമൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്നലെ എനിക്കിത് എഴുതിയ സമയത്ത് ശരിക്കും ഐ വാസ് ലൈക്ക് ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷൻസ്. എന്തോ ഒരു ലെവലപ്ഡ് ആയ ഫീലിങ് ആൻഡ് എന്തോ ഞാനൊരു അഡൾട്ടായ പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെയാണ് തോന്നിയത്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഇനി വരാൻ പോകുന്ന ഫ്രണ്ട്സ് ആരായിരിക്കും എന്നാണ് എൻ്റെ ഫീലിങ്ങിൽ. ഇവരിൽ നിന്ന് ഞാൻ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. നിങ്ങളൊക്കെ LKG പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ LKG പോയ കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്നത്തെ ഫ്രണ്ട്സും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സും എൻ്റെ ഫീലിങ്സും എനിക്ക് ഉച്ചയ്ക്ക് തന്ന ഫുഡും എല്ലാം. ഇപ്പോൾ ഞാൻ നാളെ +1 പോവുകയാണ്. ദിസ് ഷോസ് ദാറ്റ് ആക്ച്വലി എത്ര പെട്ടെന്നാണ് ടൈം പോകുന്നതെന്ന്. ആക്ച്വലി ഈ വ്ളോഗ് എടുക്കുമ്പം എൻ്റെ മനസ്സിൽ പുതിയ യൂണിഫോമൊക്കെ ഇട്ട് ഷൂ ഒക്കെ നല്ല പോളിഷ് ചെയ്ത് ഇങ്ങനെ നിന്ന് വ്ളോഗ് എടുക്കണം എന്നതായിരുന്നു ആഗ്രഹം. പക്ഷേ യൂണിഫോം കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ സ്കൂളിൽ കളർ ഡ്രസ്സ് ഇടാമെന്നും പറഞ്ഞു. സോ ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് ഇട്ടത്. പക്ഷേ എനിക്ക് അങ്ങനെ വ്ളോഗ് എടുക്കണം എന്നതായിരുന്നു ആഗ്രഹം. കുഴപ്പമില്ല, നമുക്ക് അടുത്ത വട്ടം ഒന്നും കൂടെ എടുക്കാം. ഞാനിപ്പോൾ ഒരുങ്ങി കംപ്ലീറ്റ് ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ലിപ്സ്റ്റിക് ഇട്ടില്ല, ബിക്കോസ് കഴിച്ചിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന പേഴ്സണൽ ലിബാം പോലും ഇടാറില്ല ആക്ച്വലി, അതാണ് സത്യം. പിന്നെ ഇപ്പോൾ ഇച്ചിരി ഇതൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ചിലപ്പോൾ ഇനി ബാഗ് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും, അതുകൊണ്ട് ഇതാണ് എൻ്റെ ബാഗ്. പുതിയ ബാഗാണ്. എനിക്ക് ബ്ലാക്കിനോടാണ് കുറച്ചുകൂടെ ക്രേസ്. സോ അതുകൊണ്ട് ബ്ലാക്ക് ബാഗ്. എനിക്ക് മാത്രമാണോ എന്നെനിക്കറിയില്ല. എനിക്ക് ആദ്യത്തെ ആ ഒരു ടൈമൊക്കെ സ്കൂളിലോട്ട് പോകാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഏറിപ്പോയാൽ ഒരാഴ്ച. ആ ഒരു ടൈം എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് എല്ലാ ഗ്രേഡും എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ടിപ്പിക്കൽ ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഓർമ്മ.
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം അച്ഛൻ അതിന് ശേഷം എന്നെയൊക്കെ കൊണ്ടാക്കിയിട്ട് വേണം എന്നെ ജോലിക്കൊക്കെ പോകാൻ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി. അപ്പം ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 3 പേര് ട്രിപ്പിൾസ് അടിച്ചാണ് എവിടെയായിരുന്നാലും അങ്ങനെ പോവാറ്. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ചില കാര്യങ്ങളിൽ അരുണ എന്ന് പറയുന്ന ആൾ ചെറുതായിട്ടൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ പുതിയ സ്കൂളിലോട്ട് ചെന്ന് കയറി ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ അതെനിക്ക് എന്തോ ഒരു ഇതായതുകൊണ്ട് ഞാൻ പക്ഷേ അമ്മയുടെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അമ്മ ഓക്കെ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ സ്കൂളിലോട്ട് പോകുന്ന വഴി. ദിസ് പ്ലേസ് ഇസ് നോൺ ആസ് വഴുതക്കാട്. ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ അറിയാം ഇത് വഴുതക്കാടാണെന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ വീഡിയോസ് കഴിഞ്ഞ വട്ടം വന്നിട്ടുണ്ടായിരുന്നു. കാസർഗോഡും കണ്ണൂരുമുള്ള ആൾക്കാർ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയൊരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് ടെൻസ്ഡായിരുന്നു. കാരണം പുതിയ സ്കൂളിലോട്ട് ചെന്ന് കയറി ഇങ്ങനെ എന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു. ആൻഡ് ഇതാണ് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ഫേമസ് ഗവൺമെൻറ് സ്കൂൾ കോട്ടൺ ഹിൽ. ഇവിടെ വേറൊരു ചരിത്രവും കൂടെ ഉണ്ട്. എൻ്റെ അമ്മ ഇവിടെയാണ് പഠിച്ചത്. ആ ഒരു 90s കാലഘട്ടമാണെന്ന് തോന്നുന്നു. ആ ഒരു ടൈം എൻ്റെ അമ്മ ഇവിടെ പഠിച്ചതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ബിൽഡിംഗ് കേട്ടോ. എൻ്റെ ക്ലാസ്സൊക്കെ വരുന്ന ബിൽഡിംഗ് ഇതാണ്. ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് എൻ്റെ ക്ലാസ് വരുന്നത്. ആൻഡ് ഐ വാസ് തിങ്കിങ് എവിടെയൊക്കെ പഠിച്ചു, ഒരിക്കലും ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഹയർ സ്റ്റഡീസ് ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ എന്തുമാത്രം ഒരുപാട് സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ അല്ല, ഞാനിപ്പോൾ 10th മുന്നേ പഠിച്ചത് കാർമലിലൊക്കെ ആയിരുന്നു. അപ്പം അവിടെ പഠിക്കുമ്പോൾ, അതായത് ഈ സ്കൂളിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. അവിടെ പഠിക്കുമ്പോൾ എനിക്ക് സ്കൂൾ ഇഷ്ടമേലായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവിടെ പഠിക്കാൻ വരുമെന്ന്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളുടെ ലൈഫിലൊന്നും പ്രെഡിക്റ്റബിൾ അല്ല എന്നതാണ് അതിനർത്ഥം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴത്തേനും പരിപാടി തുടങ്ങി. അപ്പോൾ തന്നെ അവർ പറഞ്ഞു നല്ല ലേറ്റ് ആവും പരിപാടി കഴിയുമ്പോഴത്തേനും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയ മോളും കാര്യങ്ങളും ചർച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ചുമ്മാ കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഇതിൻ്റെ പേര് ഓവർ ബ്രിഡ്ജാണെന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് പേരൊന്നും അറിയത്തില്ല. അപ്പം അമ്മയും ഞാനും കൂടെ ഇങ്ങനെ പോവുകയാണ്. ആക്ച്വലി ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാ മതങ്ങളെയും വിശ്വാസമായതുകൊണ്ട് ഞങ്ങൾ ചർച്ച ഉണ്ട് ഓപ്പോസിറ്റ്. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് വരാം എന്ന് വിചാരിച്ചു. ആൻഡ് അതിനുശേഷം അമ്മയ്ക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ പോകണമായിരുന്നു. അതും ഇതിൻ്റെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. അപ്പം അവിടെ ഞങ്ങൾ അവിടെയും കയറിയിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം എനിക്ക് ക്ലാസ്സിൽ കയറാൻ ടൈമായി. ഇതാണ് ഞാൻ ലാസ്റ്റായിട്ട് എടുത്ത വീഡിയോ ക്ലിപ്പ്. ഇതിന് ശേഷം ഞാൻ പിന്നെ ക്ലാസ്സിലോട്ട് കയറുകയായിരുന്നു. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അമ്മ പഠിച്ചത് ഇവിടെയാണെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ ക്ലാസ്സിലോട്ട് പോയി. ഹായ് ഗൈസ്, ഞാൻ പോയ കോലവും എൻ്റെ ഇപ്പോഴത്തെ കോലവും തമ്മിൽ പ്ലീസ് ഡോണ്ട് കമ്പയർ. ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ, ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ വരാം. സോ ടുഡേ വാസ് മൈ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ, ലൈക്ക് ഹയർ സെക്കൻഡറി. ഒരു പുതിയ ബിഗിനിങ് ആണ്. എൻ്റെ ലുക്ക് കണ്ടാലും പേടിച്ചു പോകരുത്. സോ വാട്ട് ഐ ഫീൽ ഇസ് ലൈക്ക് ഭയങ്കര എന്തോ ഒരു സ്പെഷ്യലായിട്ട് തോന്നുകയാണ്. സ്കൂൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ സ്കൂൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്കൂളായിട്ട് തോന്നി. കൂടുതൽ അറിയത്തില്ല, ബിക്കോസ് ടീച്ചേഴ്സിനൊന്നും പരിചയപ്പെട്ട് അങ്ങനെയൊന്നുമില്ല. ഒരു ബോട്ടണിയിൽ ഒരു ടീച്ചർ വന്നു, ഫിസിക്സ് വന്നു, പിന്നെ ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാണ്, ഹോം സയൻസ് എടുക്കുന്ന ടീച്ചർ വന്നു. ഞാൻ പരിചയപ്പെട്ടു, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. ആൻഡ് അബൌട്ട് ഒരു 60 കുട്ടികൾ ഗേൾസാണ് ക്ലാസ്സിലുള്ളത്. ആൻഡ് പിള്ളേരെയും പരിചയപ്പെട്ടിട്ടില്ല. എനിവേ ലൈക്ക് നല്ല രസമുണ്ട്. എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. എനിക്ക് ട്രിയോ ആണ് എന്നെ ഫുൾ ടൈം എനിക്ക് കിട്ടാറുള്ളത്. ബട്ട് ഐ എം സ്റ്റിൽ സ്റ്റക്ക് വിത്ത് ദം. എനിവേ ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. അപ്പം പല ടൈമിൽ പല കാര്യങ്ങൾ നടക്കും. എനിവേ ലൈക്ക് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കൊള്ളാം. എന്നിട്ട് ഞങ്ങൾ ക്യാൻറ്റീനിലൊക്കെ പോയി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. ബിക്കോസ് ഞാൻ കാർമൽ പഠിക്കുമ്പോൾ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് ടു സ്മോൾ റൈറ്റ്. ബട്ട് ഇത് കൊള്ളാമെന്ന് രസമുണ്ട്. ഒരു അഡൾട്ടായിട്ടില്ല, ഈവൻ ഒരു അഡൾട്ടാകാൻ പോകുന്ന ആളല്ലേ. അപ്പം ഒരു ടീനേജ് ലൈഫിൽ ഇങ്ങനെ ക്യാൻറ്റീനിലൊക്കെ പോയി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് മൈ ഫസ്റ്റ് തിങ് ലൈഫിൽ ഇങ്ങനെ നടക്കുന്നത്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ ടൈം എനിക്ക് ഭയങ്കര ടൈറ്റായിട്ട് തോന്നി. കാരണം ഞാൻ ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു നേരവും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നുന്നു. പിന്നെ അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം. സോ അതൊക്കെയാണ് സ്കൂളിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തൊട്ട് യൂണിഫോമാണ്. എനിക്കിന്ന് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് തോന്നുന്നു യൂണിഫോം കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ നാളെ തൊട്ട് നമുക്ക് യൂണിഫോം ഇടാം. ആൻഡ് ഇവിടെ ഈ മുടി വെച്ച പിന്നെ കെട്ടി ഷൂസും സോക്സും ഇടണം. പിന്നെ നെയിൽസ് വളർത്തിക്കൂടെ അങ്ങനെയൊന്നുമില്ല. ആൻഡ് ആക്ച്വലി നെയിൽസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കപ്പം ഞാനിങ്ങനെ വളർത്താറുണ്ട്. അപ്പം എനിക്ക് അതൊന്നും എനിക്ക് ഇനിയിപ്പം കുഴപ്പമില്ല. ഞാനത്തെ പഠിച്ച സ്കൂൾ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി നല്ലൊരു കാര്യം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ വീഡിയോസിൻ്റെ കാര്യമാണ് എനിക്ക് ആക്ച്വലി പേടി. എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഐ നെവർ വാണ്ടഡ് ടു സ്റ്റോപ്പ് ദിസ് ജേർണി ആക്ച്വലി, ടു ബി ഹോണസ്റ്റ് ഫ്രം മൈ ഹാർട്ട്.
എനിക്ക് അത് നിർത്താൻ താല്പര്യമില്ല. ബട്ട് എനിക്ക് സ്റ്റഡീസ് നോക്കണം. അതുകൊണ്ട് രണ്ടും എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് അറിയത്തില്ല. വീഡിയോ എടുക്കുന്നതല്ല കുഴപ്പം, എഡിറ്റ് ചെയ്യുന്നതാണ് കുഴപ്പം. വീഡിയോ നമുക്കിപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വന്നിരിക്കും, ഈ ഒരു ടൈമിൽ ഞാൻ വരും. ഈ ഒരു ടൈം ഇപ്പം ഒരു 5:30 കഴിഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈം വന്നിട്ട് എനിക്ക് ഒരു വെട്ടത്തിൽ നന്നായിട്ട് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ദ പ്രോബ്ലം ഈസ് നോട്ട് ദാറ്റ്, എഡിറ്റിംഗ് ആണ് പ്രശ്നം. എഡിറ്റിംഗിന് ഞാൻ എപ്പോൾ സമയം കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പൊതുവെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ്സ് വീഡിയോ ആണെങ്കിൽ ഐ വാണ്ട് 2 hours ടു എഡിറ്റ്. സീരിയസ്ലി ഐ വാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 hours വേണം. ബിക്കോസ് ഐ ആം വെരി ഡെഡിക്കേറ്റഡ് ടു എഡിറ്റിംഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഡിറ്റിംഗ് ഭയങ്കര ഇതാക്കുന്നത്. സോ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. ഐ ഹോപ്പ് എവറിത്തിങ് വിൽ ബി ഗുഡ് ആസ് സൂൺ. ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്, നിങ്ങൾ ആരെന്നെ കണ്ട് പേടിക്കരുത്. സോ ഇന്നത്തെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ. ഇന്ന് എനിക്കിതൊരു വ്ളോഗ് ആക്കുക എന്നതിലപ്പുറം ഐ ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് ഇറ്റ് ആസ് എ കോർ മെമ്മറി. ബിക്കോസ് എൻ്റെ ഒരു ബിഗിനിങ് ഇങ്ങനെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഒരു ഹൈസ്കൂളിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു, ബിക്കോസ് ഇത്ര നാൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ഐ എം ഷൂട്ടിങ് ദിസ്. പെട്ടെന്ന് കിട്ടുന്നുണ്ടാകും എനിക്കറിയില്ല, റെക്കോർഡിംഗ് ആണോ എന്ന് പോലും അറിയില്ല. എനിവേ അപ്പം ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ്. ഇനി വീഡിയോസിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ റിയലി വാണ്ടഡ് ടു മൂവ് ദിസ് തിങ്. ആക്ച്വലി നടക്കുമെന്നൊന്നും അറിയത്തില്ല. എനിവേ അപ്പം അങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ളത്. അത്രയൊക്കെയാണ് ഉള്ളത്. എൻ്റെ അടുത്ത് വാട്സപ്പ് ചാനലിൽ കുറച്ച് കുട്ടികൾ പറഞ്ഞു ചേച്ചി ബ്ലോഗ്സ് കൂടെ ചെയ്യണേ. സോ അതുകൊണ്ടും കൂടെയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ അത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യണം എസ്പെഷ്യലി. സോ ബൈ.